ഹായ് സ്നേഹിതരെ, ഇസ്രായേൽ മണ്ണിലൂടെ നമുക്കൊരു ട്രിപ്പ് പോയാലോ? അങ്ങനെ വെറും ട്രിപ്പ് ആയാൽ പറ്റില്ലല്ലോ. നമ്മളൊരു ഹിസ്റ്ററി പറയുന്ന ചാനലല്ലേ, പിന്നെ ഹിസ്റ്ററി പറയാതെ എന്തോന്ന് ട്രിപ്പ്? അതുകൊണ്ട് ഇത് വെറും ട്രിപ്പല്ല, ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്താലോ. തിരുവനന്തപുരത്തെ പൂന്ത്ര എന്ന പ്രദേശത്തുള്ളവരുടെ ഇസ്രായേലിലെ പ്രവാസി കൂട്ടായ്മയാണ് പൂന്ത്ര ഇസ്രായേൽ സെന്റ് തോമസ് അസോസിയേഷൻ എന്ന പിസ്ത. അവരോടൊപ്പമുള്ള ചെറിയൊരു യാത്രയാണ് ഇത്തവണത്തെ നമ്മുടെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ 5:30 ട്രിപ്പ് പ്ലാൻ ചെയ്തത്. വണ്ടി വരാൻ വൈകിയത് കാരണം എല്ലാവരും വെയിറ്റിംഗിലാണ്. അപ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നായി. അപ്പോഴേക്കും വണ്ടി വന്നു. കഴിക്കാനുള്ള ഫുഡും വെള്ളവും ഒക്കെ വണ്ടിയിൽ സെറ്റാക്കി ഓരോരുത്തരായി സ്ഥാനം പിടിച്ചു. ടെല്ലവീവിൽ നിന്നാണ് യാത്ര. ഇത് നാഷണൽ ഹൈവേ 2, അതായത് ടെല്ലവീവ് ഹൈഫ റോഡ്. നല്ല മനോഹരമായ റോഡുകളല്ലേ. സാബത്ത് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്ത പാത. ധാരാളം ചെറുതും വലുതുമായ റോഡുകളും പാലങ്ങളും കാണാം. ഈ പാത മെഡിറ്ററേനിയൻ കടലിന് ആനുപാതികമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവരും ഉറക്കമല്ല കേട്ടോ, പ്രാർത്ഥനയിലാണ്. ഇതെങ്ങാനും തിരിച്ചെത്തുമോ എന്ന് ഓർത്തിട്ടാവും. ആദ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലത്തെത്തി. മൗണ്ട് കാർമലിന്റെ വടക്കേ അറ്റമാണ് ഇവിടെ. ഹൈഫയിലെ കാർമൽ പർവ്വതത്തിന്റെ ചരിവുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ. ചിലിയൻ ജനതയ്ക്കായി സമർപ്പിച്ച വലിയൊരു സ്തൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റെല്ല മേരീസ് മൊണാസ്ട്രിയിൽ കാണപ്പെടുന്ന ഈ സ്തൂപം ചിലി രാജ്യവും അതിലെ ജനങ്ങളും പരിശുദ്ധ കാർമേൽ മാതാവിനോടുള്ള അതീവ ഭക്തിയുടെ പ്രതീകമായി സ്ഥാപിച്ചതാണ്. ഈ സ്തൂപം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ബ്രോൺസ് ചിലിയൻ നാവിക സേനയുടെ പീരങ്കിയുടെ കാനനുകൾ ഉരുക്കിയെടുത്തതാണെന്ന് വിശ്വാസം. ചിലിയുടെ മുൻ പ്രസിഡന്റായിരുന്ന അഡ്മിറൽ ഡോൺ ജോർജ് മോണ്ട് ഈ പ്രതിമ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതായി കരുതപ്പെടുന്നു. പ്രതിമയുടെ അടിയിൽ സ്പാനിഷ് ലിപിയിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയിൽ ചിലിയൻ ജനതയുടെ ദൈവസ്നേഹവും ദേശസ്നേഹവും പ്രതിഫലിപ്പിക്കുന്നു. ഹെയ്ൻ മേരി കൃപാനിധിയെ, നിന്നെ ആരാധിക്കുന്ന ചിലിയൻ ജനതയ്ക്ക് ദൈവസ്നേഹവും ദേശസ്നേഹവും നൽകുക എന്ന് കാണാം. ഇവിടെ നിന്നാൽ ഹൈഫ തുറമുഖം കാണാം. ധാരാളം ഷിപ്പുകളും തുറമുഖത്തിന്റെ പുറത്തായി കാണാൻ സാധിക്കും. ഈ ഹാർബറിന് നമ്മുടെ ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖമായ വിഴിഞ്ഞം പോർട്ടിന്റെ നടത്തിപ്പുകാരായ അദാനിയുടെ നിയന്ത്രണത്തിലാണ് ഇത്. 2023 ജനുവരിയിൽ അദാനി ഗ്രൂപ്പ് ഇസ്രായേലിലെ ഗാഡോട്ട് ഗ്രൂപ്പുമായി ചേർന്ന് ഹൈഫ തുറമുഖം ഏറ്റെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പിന് 70%, ഗാഡോട്ട് ഗ്രൂപ്പിന് 30% ഓഹരിയുണ്ട്. കാർമൽ പർവ്വതത്തിന്റെ ചരിവുകളിൽ നിർമ്മിച്ച ഈ വാസസ്ഥലത്തിന് 3000 വർഷത്തിലേറെ പഴക്കമുണ്ട്. സമീപത്തുള്ള ഏറ്റവും പഴയ വാസസ്ഥലം ടെൽ അബു ഹവാം ആയിരുന്നു. ഇത് വെങ്കല യുഗത്തിന്റെ അവസാനത്തിൽ, അതായത് BC 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ചെറിയ തുറമുഖ നഗരമായിരുന്നു. AD 3-ാം നൂറ്റാണ്ടിൽ ഹൈഫ ഒരു ചായ നിർമ്മാണ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. സഹസ്രാബ്ദങ്ങളായി ഹൈഫ പ്രദേശം കാനാന്യർ, ഇസ്രായേലിയർ, ഫിനീഷ്യന്മാർ, അസീറിയക്കാർ, ബാബിലോണിയക്കാർ, പേർഷ്യക്കാർ, ഹാസ്മോണിയക്കാർ, റോമാക്കാർ, ബൈസന്റൈനുകൾ, അറബികൾ, കുരിശുയുദ്ധക്കാർ, ഒട്ടോമന്മാർ, ബ്രിട്ടീഷുകാർ എന്നിവർ വരെ കീഴടക്കി ഭരിച്ചു. 1948 പാലസ്തീൻ യുദ്ധത്തിൽ നഗരത്തിലെ അറബ് ജനസംഖ്യയിൽ ഭൂരിഭാഗവും പലായനം ചെയ്യുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തു. ആ വർഷം നഗരം പുതുതായി സ്ഥാപിതമായ ഇസ്രായേലിന്റെ ഭാഗമായി. സായ് ടവർ, ബഗായി വേൾഡ് സെന്റർ, IEC ടവർ, മെഡാടെക്, ബാത്ത് ഗാലിം, ദർഹ കാർമൽ, സ്റ്റെല്ല മേരീസ് മൊണാസ്ട്രി എന്നിവ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്ഥലങ്ങളാണ്. ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ പള്ളിയിലേക്കുള്ള വഴിയുള്ളത്. എല്ലാവരും അങ്ങോട്ടേക്ക് തിരിച്ചു. ഇത് സ്റ്റെല്ല മേരീസ് മൊണാസ്ട്രി എന്ന പൗരാണിക ദേവാലയം. ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. സ്റ്റെല്ല മേരീസ് എന്നത് ലാറ്റിൻ വാക്കാണ്. അതിന്റെ അർത്ഥം സമുദ്രത്തിന്റെ നക്ഷത്രം എന്നാണ്. ഈ പള്ളിയും പർവ്വതവും ബൈബിളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രവാചകനായ ഏലിയ ഇവിടെയാണ് ദൈവത്തെ പ്രാർത്ഥിച്ച് തീയെ ആഹ്വാനിച്ചതും
പിന്നീട് ഒരു ഗുഹയിൽ താന്തോന്നിയായി താമസിച്ചതും. ഇന്നും ആ ഗുഹ കാണാൻ കഴിയുന്ന പുണ്യസ്ഥലമായി മൊണാസ്ട്രി സംരക്ഷിച്ചിരിക്കുന്നു. ഈ ഗുഹ ഇപ്പോൾ നമുക്ക് അൾത്താരയുടെ കീഴിലായി കാണാൻ സാധിക്കും. ഏലിയ പ്രവാചകൻ ബാൽദേവന്റെ പുരോഹിതരെ നേരിട്ടു എന്ന് പറയപ്പെടുന്ന മറ്റൊരു ഗുഹ ഹൈഫയിലെ തന്നെ ആലംബി റോഡിലാണ്. 13-ാം നൂറ്റാണ്ടിൽ പുണ്യയാത്രക്കാരും സന്യാസികളും ചേർന്ന് ഇവിടെ താമസിച്ച് ആത്മീയതയുടെ ഒരു കേന്ദ്രം സ്ഥാപിച്ചു. അവരാണ് പിന്നീട് കാർമലൈറ്റ് സമുദായം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് ക്രിസ്ത്യൻ സഭയിലെ പ്രധാന ആത്മീയത പ്രസ്ഥാനമായി തീർന്നു. ക്രൂസൈഡുകൾ, പലവിധ ആക്രമണങ്ങൾ, നാശനഷ്ടങ്ങൾ എല്ലാം വന്നുപോയെങ്കിലും ഈ സ്ഥലം വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്റ്റെല്ല മേരീസ് മൊണാസ്ട്രി ഇരുന്ന ഭാഗത്ത് വന്നിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? അറിയുന്നവർ കമന്റ് ചെയ്യണേ. 1799 ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചുകൊണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് അക്ര നഗരത്തിലെ ലഡ്ജിയിലേക്കുള്ള യാത്രയിൽ സ്റ്റെല്ല മേരീസിലെ മഠം സന്ദർശിച്ചു. താൻ നേരിടുന്ന മഹാമാരിയും രോഗവും മൂലം ഈ മഠം ഒരു താൽക്കാലിക ആശുപത്രിയായി ഉപയോഗിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അക്രയിൽ അതിജീവിക്കാൻ കഴിയാതെ മരിച്ച ഫ്രഞ്ച് സൈനികരിലെ ചിലരെ ഈ സ്ഥലത്താണ് സംസ്കരിച്ചത് എന്നാണ് വിശ്വാസം. നിലവിലെ പള്ളി 1846 തുറന്നു കൊടുക്കുകയും 3 വർഷത്തിനു ശേഷം ഗ്രിഗറി 13-ാം മാർപ്പാപ്പ മൈനർ ബെസിലിക്ക എന്ന പദവി നൽകി. ഇപ്പോൾ കടലിന്റെ നക്ഷത്രം എന്ന അർത്ഥത്തിൽ സ്റ്റെല്ല മേരീസ് എന്നാണ് അറിയപ്പെടുന്നത്. തൊട്ടടുത്ത് തന്നെ കന്യാസ്ത്രീകൾക്കായുള്ള അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ മൊണാസ്ട്രിയും ഉണ്ട്. പള്ളിയൊക്കെ കണ്ടും പ്രാർത്ഥിച്ചും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയാക്കി. തമാശകളും ചിരിയും ഒക്കെയായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ഇതാണ് റോസ് ഗാർഡൻ. ഏകദേശം 1799 നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ അക്രയിലേക്കുള്ള സൈനിക മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തിൽ മരിച്ച ഫ്രഞ്ച് സൈനികർക്കുള്ള ഒരു അനുസ്മരണമായി കണക്കാക്കപ്പെടുന്നു. നെപ്പോളിയൻ സൈന്യത്തിന്റെ പല അംഗങ്ങളും പ്ലേഗ് പോലുള്ള രോഗങ്ങളിൽ കുടുങ്ങി ഈ പ്രദേശത്ത് മരിച്ചതായി ചരിത്രരേഖകളിൽ കാണാം. അവരിലേറെയും സ്റ്റെല്ല മേരീസ് മഠത്തിനടുത്തുള്ള സ്ഥലത്താണ് സംസ്കരിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അവരുടെ ആത്മാർത്ഥതയ്ക്ക് ആദരവർപ്പിച്ച് ഒരു ചെറിയ റോസ് ഗാർഡൻ ഉണ്ടാക്കിയത്രേ. ഇതേ സ്ഥലത്ത് തന്നെയാണ് സിറ്റി ലൂംബർ കോർപ്പറേഷന്റെ സ്ഥാപകരായ സീത റോസൻ, ജോൺ റോസൻ എന്നിവരുടെ സാമൂഹ്യ സംഭാവനകളെയും പാരമ്പര്യത്തെയും ആദരിക്കുന്നതിന് വേണ്ടി 2012 ഒരു ശിലാഫലകവും സ്ഥാപിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് കരയോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ നഗരമാണ് ഹൈഫ. കാർമൽ പർവ്വതത്തിന്റെ ഇടതൂർന്ന മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളിൽ പെട്ടെന്ന് തന്നെ മനസ്സ് പിടിച്ചു പറ്റുന്ന ഒരു ദൃശ്യമാണ് ബഹായി ഗാർഡൻ. ഇതൊരു സാധാരണ തോട്ടമല്ല. ഇത് ലോകത്താകമാനമുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെയും സ്നേഹത്തിന്റെയും ഏകത്വത്തിന്റെയും പ്രതീകമാണ്. 9 മണി മുതലാണ് അകത്ത് പ്രവേശിപ്പിക്കുക. ഞങ്ങളായിരുന്നു ആദ്യത്തെ സന്ദർശകർ. ഓരോരുത്തരെയായി ചെക്ക് ചെയ്ത് അകത്ത് കയറ്റി. അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് ഇവിടെ നിന്നാൽ കാണാനാവുക. താഴെ കാണുന്നത് ഈ മനോഹരമായ തോട്ടങ്ങളുടെ മധ്യഭാഗത്താണ് ബാബിന്റെ ശവകുടീരം. ആരാണ് ഈ ബാബ്? ഇവിടെയാണ് ഒരു പുതിയ മതത്തെക്കുറിച്ചും അറിയേണ്ടത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇറാനിൽ ജനിച്ച ഒരു പുതിയ മതമാണ് ബഹായി മതം. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ പിറന്നതാണെങ്കിലും അതിന്റെ ആശയങ്ങൾ ആധുനികത, ഏകദൈവം, വിശ്വമാനവികത, സമത്വം, ശാന്തി തുടങ്ങിയ ആശയങ്ങൾക്കാണ് മുൻഗണന. ചരിത്രപരമായ പശ്ചാത്തലം നോക്കിയാൽ 1844 ഇറാഖിൽ സയ്യിദ് അലി മുഹമ്മദിനെ ബാബ് എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം തനിക്ക് ദൈവത്തിന്റെ പുതിയ സന്ദേശം ലഭിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഒരു ദേവദൂതൻ വരുമെന്നും അദ്ദേഹം വന്നാൽ എല്ലാ പേരും തിരിച്ചറിയുമെന്നും പ്രഖ്യാപിച്ചു. ബാബിന്റെ സന്ദേശം തീവ്രമായ എതിർപ്പിന് വിധേയമായി. ഇസ്ലാമിക പണ്ഡിതന്മാരും ഇറാന്റെ ഭരണകൂടവും അദ്ദേഹത്തെ 1850 വധിച്ചു. ബാബിന്റെ അനുയായികളിൽ ഒരാളായ മിർസ ഹുസൈൻ അലി പിന്നീട് തന്റെ പേരായി ദൈവത്തിന്റെ മഹത്വം എന്ന അർത്ഥത്തിൽ ബഹൗള്ള പേര് സ്വീകരിച്ചു. 1863 അദ്ദേഹം തന്റെ ദൈവിക ദൗത്യത്തെ ലോകത്തിന് പ്രഖ്യാപിച്ചു. അദ്ദേഹം തന്നെയാണ് ബഹായി മതത്തിന്റെ സ്ഥാപകൻ.
മനുഷ്യരാശി ഒന്നാണ് എന്നതാണ് പ്രധാന തത്വം. മൂസ, ക്രിസ്തു, മുഹമ്മദ് തുടങ്ങിയവരെല്ലാം ദൈവദൂതരാണ്. അതേ ദൈവം വഴിയെ ലോകത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ സന്ദേശങ്ങൾ നൽകിയതാണ്. മുസ്ലിം സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത സ്ത്രീ പുരുഷ സമത്വം അനിവാര്യമാണ്. ഇതെല്ലാം ആശയങ്ങളായിരുന്നു. ലോകമെമ്പാടും 5 മുതൽ 8 മില്യൺ ബഗായികൾ ഉണ്ട്. നമ്മുടെ കേരളത്തിലും ബഗായി മതക്കാരായവർ ഉണ്ട്. ഹൈഫയിൽ ബഗായി വിശ്വാസത്തിന്റെ ആഗോള ആസ്ഥാനമായ ബഗായി വേൾഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നു. അക്രയിലെ മെൻഷൻ ഓഫ് ബാഗ്ജിയാണ് അദ്ദേഹത്തിന്റെ അവസാന വിശ്രമ സ്ഥലം. ബഗായി ഗാർഡൻസ് അതിന്റെ 19 ടെറസുകൾ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നിലവിളിയായി കാർമൽ പർവ്വതത്തിൽ വിരിയുന്നു. ഈ തോട്ടം ജാതിയും മതവും ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും രാവിലെ 9 മണിക്ക് ശേഷം വന്ന് സന്ദർശിക്കാവുന്ന സ്ഥലമാണ്. 2008 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമായി ഇത് അംഗീകരിക്കപ്പെട്ടു. ഇന്ന് പൈതൃകം എന്നതിനപ്പുറം സ്നേഹത്തിന്റെയും ആത്മീയതയുടെയും ആശയങ്ങൾ വിളിച്ചോതുന്ന ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ നിന്നും അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തിപ്പെടുക ആക്കർ എന്ന സ്ഥലത്താണ്. ഇത് അതിമനോഹരവും ചരിത്രപരവുമായ ആക്കർ ഓൾഡ് സിറ്റി മാർക്കറ്റാണ്, അഥവാ അക്കോ ഓൾഡ് സിറ്റി സൂഖ് എന്നും വിളിക്കാറുണ്ട്. ഇത് ആക്കർ നഗരത്തിലെ ഏറ്റവും ആവേശകരമായ വർണ്ണാഭമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇത് പ്രവർത്തിക്കുക. പഴയ നഗരപ്രദേശത്തിനുള്ളിലാണ് മാർക്കറ്റ്. നഗരത്തിന്റെ കല്ലുകെട്ടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള 1 ശതാബ്ദം പഴക്കമുള്ള കടകളും കച്ചവട സ്ഥാപനങ്ങളുമാണ് ഇതിന്റെ ഹൃദയഭാഗം. വിവിധ തരത്തിലെ മത്സ്യങ്ങൾ, പച്ചക്കറികൾ, മസാല, ലോക്കൽ കുരുമുളക്, ഉണങ്ങിയ പുഷ്പങ്ങൾ തുടങ്ങി നിരവധി സുഗന്ധ വസ്തുക്കൾ ഇവിടെ നിന്നും ലഭിക്കും. ഇവിടുത്തെ നാടൻ ഭക്ഷണങ്ങളായ ഖുമൂസ്, ഫലാഫൽ, ബക്ലാവ, ഒലീവ് ഓയിൽ, താഹിനി, ഹൽവ എന്നിവയും ലഭിക്കും. ഇവിടുത്തെ ചെറിയ കടകളിൽ നിന്നും അറബ് ജൂയിഷ് ഫ്യൂഷൻ ഫുഡ് പരീക്ഷിക്കാൻ കഴിയും. തദ്ദേശീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇവിടെ നിന്നും വാങ്ങാനും കഴിയും. ഇവിടെ മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത സംസ്കാരങ്ങളുടെയും സ്വാദുകളും പാട്ടുകളുമൊക്കെ നിറഞ്ഞ ആഘോഷകരമായ ഒരു ജീവിത രീതിയാണ് ഇവിടെയുള്ളത്. മാർക്കറ്റിൽ ഏറിയ പങ്കും ക്രൂസൈഡുകളുടെ കാലത്തെ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ക്രൂസൈഡർമാരുടെ തറകളും ബസാർ വഴികളുമാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇവിടെ തന്നെയാണ് അക്കോ പോർട്ടും ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടം. അത്രയും ഭംഗിയാണ് ഈ പ്രദേശത്ത്. ദശാബ്ദങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കുതിരകളും കുതിരവണ്ടികളും ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. ആ കാലഘട്ടത്തിൽ എത്തിയതുപോലെയുള്ള ഫീലിംഗ് ആണ് എനിക്കിവിടം. ആക്കർ എന്ന ഈ സ്ഥലം അറബിയിൽ അക്ക എന്നും ഹീബ്രുവിൽ അക്കോ എന്നും വിളിക്കുന്നു. ഇന്ന് ഇസ്രായേലിന്റെ ഉത്തര പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമാണ്. ഈ കാണുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. ആയിരക്കണക്കിന് കടൽ യുദ്ധങ്ങളും കരയുദ്ധങ്ങളും കൊലപാതകങ്ങളും നടന്ന നൂറ്റാണ്ടുകളോളം നാളിതുവരെ ചരക്കു ഗതാഗതത്തിന്റെ പ്രധാന കേന്ദ്രമായ മെഡിറ്ററേനിയൻ സീ ബാബിലോണിയക്കാരും ഫിലിസ്തീനും മഹാന്മാരായ സൈറസും അലക്സാണ്ടറും ഹാനിബാളും എപ്രസിലെ പിറസും പിന്നെ റോമാക്കാരും ഗ്രീക്കുകാരും ഒക്കെ സഞ്ചരിച്ച പ്രദേശങ്ങൾ. ഇവിടെ നിൽക്കുമ്പോൾ പല നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കും. ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെ പിന്നിലേക്ക് വലിക്കും. ആ ചരിത്രങ്ങളിൽ നമ്മൾ അലിയും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയേണ്ടുന്ന, കാണേണ്ടുന്ന, ചരിത്രമുറങ്ങുന്ന മണ്ണ്. ആക്രയ്ക്ക് ഏകദേശം 4000 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രമുണ്ട്. ആദ്യകാലത്ത് കാനാന്യർ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു. പിന്നീട് ഫിനീഷ്യന്മാർ ഈ പ്രദേശത്തെ സമുദ്ര വാണിജ്യ കേന്ദ്രമായി വികസിച്ചു. മഹാനായ അലക്സാണ്ടർ ഈ പ്രദേശം കീഴടക്കി. റോമൻ ഭരണകാലത്ത് ഇതിന് പിത്തോലിമായിസ് എന്ന പേരുണ്ടായിരുന്നു. ബൈസന്റൈൻ ക്രിസ്ത്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായപ്പോൾ ആക്കർ ക്രിസ്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രമായി മാറി. AD 1100 മുതൽ 1291 വരെ ക്രൂസൈഡുകാരുടെ കാലമായിരുന്നു. ജെറുസലേം 1187 നഷ്ടപ്പെട്ടതിനു ശേഷം യൂറോപ്യൻ ക്രൂസൈഡുകൾ ആക്രയെ തങ്ങളുടെ പ്രധാന ആസ്ഥാനമാക്കി.
1191 ഇംഗ്ലീഷ് രാജാവായ റിച്ചാർഡ് ഡി ലേൺഹാർട്ട് സലാഡിൽ നിന്നും ആക്കർ കീഴടക്കി. 1291 ഈ നഗരം മാമലൂക്ക് സൈന്യം വീണ്ടും പിടിച്ചെടുത്തു. ഇതോടെയാണ് ക്രൂസൈഡുകളുടെ കാലഘട്ടം പശ്ചിമ ഏഷ്യയിൽ അവസാനിച്ചത്. മാമലൂക്ക് ഭരണകാലത്ത് ആക്രയുടെ ക്രിസ്ത്യൻ പൈതൃകങ്ങൾ നശിപ്പിക്കപ്പെട്ടു. 1517 ഓട്ടോമൻ തുർക്കികൾ നഗരം കൈവശമെടുത്തു. 18-ാം നൂറ്റാണ്ടിൽ നേതാവ് സാഗിർ ഉൽ ഉമാർ നഗരത്തെ പുനരുദ്ധാരണം ചെയ്തു. കോട്ടകൾ, മതിലുകൾ, മുസ്ലിം പള്ളികൾ എന്നിവ പുനർനിർമ്മിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിലുടനീളം ആക്കർ പ്രമുഖ ജയിലുകളും രാഷ്ട്രീയ തടവുകാരും കൊണ്ട് പ്രശസ്തമായി. പല ഇസ്രായേൽ സ്വാതന്ത്ര്യ സമര സേനാനികളും ഇവിടെയായിരുന്നു തടവിൽ കഴിഞ്ഞിരുന്നത്. 1948 ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം ആക്കർ ഇസ്രായേലിന്റെ ഭാഗമായി. ഇന്ന് ഈ നഗരം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ബഗായി മതത്തിന്റെ സ്ഥാപകൻ ബഹഉള്ള ഒട്ടോമൻ ഭരണകാലത്ത് ആക്കർ ജയിലിൽ അകപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്മാരകവും ഇവിടെയുണ്ട്. ആധുനിക ആക്കർ ഒരു സാംസ്കാരിക പുനരുദ്ധാന നഗരമായും ടൂറിസ്റ്റ് കേന്ദ്രമായും അറിയപ്പെടുന്നു. പഴയകാല ക്രൂസൈഡർമാരുടെ കോട്ടകളും മതിലുകളും ഇപ്പോഴും വളരെ നല്ല നിലയിൽ നിലകൊള്ളുന്നു. പഴയ നഗരഭാഗം ലോകത്ത് ഏറ്റവും നന്നായി സൂക്ഷിച്ചിട്ടുള്ള മധ്യകാല തീരനഗരങ്ങളിലൊന്നാണ്. ഇത്രയും ചരിത്രം കേട്ട് പോരായ സ്ഥിതിക്ക് ഈ ചരിത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് നൂറ്റാണ്ടുകളുടെ ചോര വീണ ഈ കടലിലൂടെ നമുക്കൊരു ബോട്ട് സവാരി പോയാലോ? വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഉപ്പുവെള്ളത്തിൽ കുളിച്ച് എല്ലാവരും ഹാപ്പിയായി. ഒന്നുകൂടെ പോകണമെന്നുണ്ടെങ്കിലും സമയക്കുറവ് കാരണം മതിയാക്കി. കാരണം കുറച്ചകലെയായി കാണുന്ന ബീച്ചിൽ കുളിക്കണമെന്നായി കുറച്ചുപേർക്ക്. അങ്ങോട്ടേക്ക് 20 മിനിറ്റോളം നടത്തമുണ്ട്. പോകുന്ന വഴിക്ക് ഈ ഭാഗത്തെ കുറച്ച് അറബി കുട്ടികളെ കണ്ടു. ഞങ്ങളെ കണ്ടതും ഇന്ത്യക്കാരാണെന്ന് എന്ന് മനസ്സിലാക്കിയ അവർ തേരെ മേരെ പാട്ട് പാടാൻ തുടങ്ങി. അവർ കണ്ടപ്പോൾ
ഞങ്ങളെ കണ്ടപ്പോൾ അവരും ഹാപ്പിയായി. പിന്നെ ഫോട്ടോ എടുക്കൽ, വീഡിയോ പിടുത്തം, ആകെ ഒരു ബഹളം. ഈ കാണുന്നത് ഇവിടുത്തെ അറബികളുടെ ശവകുടീരങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അക്കോയിലെ ബീച്ചിലെത്തി. നല്ല കാറ്റാണിവിടെ. നമ്മുടെ നാട്ടിൽ വിദേശികളെന്ന് വിളിക്കുന്ന സായിപ്പന്മാരും മദാമ്മമാരും ഇത് അവർക്ക് സ്വദേശമാണ്. അവധി ദിനം ആഘോഷിക്കാൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തീരത്തുണ്ട്. ചിലർ കടലിൽ കുളിയും മറ്റു ചിലർ വിവിധ തരത്തിലുള്ള ഗെയിമുകളിലുമാണ്. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചും തേകൾ ആസ്വദിച്ചും കാഴ്ചകൾ കണ്ട് നടന്നും അവരുടെ സന്തോഷം അവർ അനുഭവിക്കുന്നു. ഇതുപോലെ നമ്മുടെ തീരദേശങ്ങളും മനോഹരമായാൽ എന്ത് ഭംഗിയായിരിക്കുമല്ലേ. എന്നാണ് ഇതുപോലെ നമ്മുടെ നാട്ടിലും കുടുംബത്തോടൊപ്പം ഇത്തരത്തിൽ ആസ്വദിക്കാനാവുക. ഇവിടെ വന്ന കുറച്ചുപേർ കടലിൽ കുളിക്കാനിറങ്ങി. എന്നെ പിടിച്ച് വെള്ളത്തിലിടാനുള്ള വരവാണ് ആ വരവ്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിക്കാനായി ഇരുന്നു. നമ്മുടെ ആന്റിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആ സന്തോഷം ഇവിടെ വെച്ച് തന്നെ കേക്ക് മുറിച്ച് ഞങ്ങൾ അത് പങ്കിട്ടു. ഇത് നസ്രത്തിലെ മംഗളവാർത്ത പള്ളിയാണ്. നസ്രത്തിനെ കുറിച്ചുള്ള ചരിത്രവും അനൗൺസിയേഷൻ ചർച്ചും സെന്റ് ജോസഫ് പള്ളിയും മാതാന്റെ കിണറും യേശു ആദ്യമായി പ്രസംഗിച്ച സിനഗോഗും ഒക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും നൽകാം. നസ്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണണേ. ഇവിടെ നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കാണാം. ഉഷകാല നക്ഷത്രം പോലെ നീ പാപികളാം മക്കൾ ഞങ്ങൾ തൻ പ്രാർത്ഥന കൈകൊള്ളണേ. അമ്മ ഞങ്ങളെ എന്നും കത്തിടണേ. ജീവിതത്തിലെ സുന്ദരാൽ ഞങ്ങൾ വീണിടും വേളകളിൽ എല്ലാവരും തള്ളി പറഞ്ഞാലും കളിതറി വീണു പോകിലും അമ്മേ നിന്റെ സുഖനോട് ഞങ്ങൾ ജ്ഞാനത്തിന്റെ സിംഹാസനമാമേ അമ്മേ ഉഷകാല നക്ഷത്രം പോലെ നീ പാപികളാം മക്കൾ ഞങ്ങൾ തൻ പ്രാർത്ഥന കൈകൊള്ളണേ. അമ്മേ ഞങ്ങളെ എന്നും. ഇന്നത്തെ ഇസ്രായേലിന്റെ ഹൃദയത്തോടടുത്തുള്ള ഒരു നഗരമാണ് കേസരിയ. ഇതൊരു സുന്ദരമായ തീരദേശ വിനോദ കേന്ദ്രമാണ്. എന്നാൽ ഇതിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണ് 2000 വർഷം പഴക്കമുള്ളൊരു ജലവാഹിനിയുടെ കഥ. ഇത് പ്രാചീന കല്ലുകൊണ്ടുണ്ടാക്കിയ കനാലിന്റെ ദൃശ്യമാണ്. ഇത് കേസരിയയുടെ ഹൃദയമിടിപ്പായിരുന്നു. റോമിന്റെ രാജാവായിരുന്ന ഹെറോദ് ദി ഗ്രേറ്റ് BCE 22 സിസേറിയയെ റോമൻ സാമ്രാജ്യത്തിന്റെ ആഭരണമായി രൂപപ്പെടുത്താൻ തീരുമാനിച്ചു. നഗരത്തിന് വെള്ളമില്ലെങ്കിൽ ആരും ജീവിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ആ വിചിത്രമായ യുക്തിയുമായി മുന്നോട്ട് വന്നത് മലനിരകളിൽ നിന്നുള്ള വെള്ളം കല്ലുകൊണ്ടുള്ള വഴികൾ ഒരുക്കി കടലിലേക്കുള്ള നഗരത്തിലേക്ക് എത്തിക്കണം. അതാണ് കേസരിയയിലെ ജലവാഹിനി, എ റോമൻ അക്വാഡക്റ്റ്. ഏകദേശം 9 കിലോമീറ്ററോളം നീളമുള്ള ഇവ ഗുരുത്വാകർഷണം മുതലാക്കി വെള്ളം താഴേക്ക് ഒഴുക്കി. ഈ ജലവാഹിനിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. പക്ഷേ
ഇതിനെ പണിയിച്ച മനുഷ്യരുടെ ആത്മാവുകൾ ഓരോ കല്ലിലും തങ്ങിക്കിടക്കുന്നു. ഇവിടം കണ്ടുകൂടുമ്പോൾ നമ്മൾ ഒന്നാകെ കാണുന്നു, ഇത് റോമൻ എഞ്ചിനീയറിംഗിന്റെ ജ്യോതി ചിഹ്നമാണ്. കേസരിയ ഇസ്രായേലിന്റെ മധ്യ പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ സീയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ നഗരം കൂടെയാണ്. നീലിമയും തെളിച്ചവുമായ കടൽവെള്ളം, മെഡിറ്ററേനിയൻ കടലിന്റെ ശാന്തമായ നീല നിറവും വിശാലമായ കാഴ്ചയും കേസരിയയുടെ തീരത്ത് ഒരേ സമയം ശാന്തിയും സൗന്ദര്യവും നൽകുന്നു. ചരിത്രപരമായ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കടലിനടിയിൽ കാണാൻ കഴിയും. ഈ കടൽ തീരം സുന്ദരമായ മണലുകളും പാറകളുമാണ് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ കാഴ്ചകൾ അവസാനിച്ചു. ഒരിക്കലും അവസാനിക്കാത്ത മറ്റൊരു യാത്രയുടെ തുടക്കമായി. ചരിത്ര സാംസ്കാരിക പാരമ്പര്യമുള്ള ആയിരക്കണക്കിനേറെ വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കേസരിയ. വിശദമായ വീഡിയോ നമുക്കൊരിക്കൽ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമായിരെങ്കിലും ഷെയർ ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.